ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, 11, 12, 13. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. മതി. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ സത്യങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ പങ്കിടുകയാണ്. വർഷങ്ങൾക്ക് മുൻപൊക്കെ ഞങ്ങൾ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. എന്നാൽ ഇന്നും ഈ സുവിശേഷം മനസ്സിലാകാതെ മാറി നിന്നുകൊണ്ട് ഇതെന്താണെന്നറിയാൻ ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുട്ടിൻ്റെ മറവിലും വീടിൻ്റെ അപ്സ്റ്റെയറിലുമൊക്കെ ഇരുന്ന് ഇവരെന്താ പറയുന്നതെന്നറിയാൻ കാത്തിരിക്കുന്ന നിങ്ങളെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കണ്ണിൽ നിങ്ങൾ മറവല്ല. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ യോഗങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ഈ ദേശത്ത് ചിലരെ ദൈവം തൊടും. മെഡിക്കൽ കോളേജുകളിൽ തള്ളിക്കളഞ്ഞ ചിലതിനെ ദൈവം സൗഖ്യമാക്കും. ഈ രോഗത്തിന് ചികിത്സയില്ലെന്ന് പറഞ്ഞു വിട്ട ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. കുടുംബ പ്രശ്നങ്ങൾക്കകത്ത് തകർന്നു നിൽക്കുന്ന ചിലതിനെ ദൈവം മടക്കി വരുത്തും. യെസ്, ഞാനിത് ആത്മാവിൽ പറയുകയാ. ആർക്കും രൂപാന്തരം വരുത്താൻ കഴിയാത്ത ചില ചെറുപ്പക്കാർക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക. ഞാനിത് ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ച ഒരു മനുഷ്യന് 2 മക്കൾ. മൂത്ത മകൻ അപ്പനോടൊപ്പം നിൽക്കുക. അപ്പൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പൻ്റെ ഇഷ്ടം വിട്ട് മാറില്ല. അങ്ങനെയുള്ള നല്ല മക്കൾ ഇന്നുമുണ്ട്. എന്നാൽ എല്ലാവർക്കും ആ മകനെ ഇഷ്ടം. എന്നാൽ രണ്ടാമത്തെ ഒരു മകൻ്റെ കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. അവന് എന്ത് വസ്തുവിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നൊക്കെ അവൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. മൂത്ത മകൻ അപ്പനോടൊപ്പം അധ്വാനിക്കുമ്പോൾ രണ്ടാമത്തവന് അധ്വാനിക്കണമെന്നോ അപ്പനെ സഹായിക്കണമെന്നോ അല്ല, അവൻ എന്തു വരേണ്ടു എന്ന് അവൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇന്നും ചില മക്കൾ അങ്ങനെയാ. അപ്പന്മാർക്കുള്ള സ്വത്തിനെ എനിക്കെത്ര കിട്ടുമെന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചോണ്ടാ നോക്കിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയത് കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഞാൻ വേദപുസ്തകത്തിലെ ചില യാത്രകളെ കുറിച്ച് ഇന്ന് രാത്രി പറയുന്നു. ദൂരദേശത്തേക്ക് യാത്രയായി. അങ്ങോട്ട് പോകുമ്പോൾ എത്ര പേരായിരുന്നെന്നറിയാവോ? അപ്പുറത്തെ സഹോദരനും ഇപ്പുറത്തെ കൂട്ടുകാരനും ഒക്കെ കൂടെയുണ്ട്. കാരണം വരേണ്ടുന്ന പങ്ക് കയ്യിലുണ്ടല്ലോ. കയ്യിൽ പണമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്. എന്നാൽ ഇത് ഓരോന്നും നഷ്ടമാകുമ്പോൾ വന്ന വഴിയിലേക്ക് അവർ തിരിച്ചു പോകും. അതായിരുന്നു ഈ സഹോദരനും സംഭവിച്ചത്. അവൻ ചെന്നു, അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തീരുന്നതുവരെ ആടി നടക്കാനും പാടി നടക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. നല്ല ബിവറേജ് ഷോപ്പുകളിൽ കയറി ആവശ്യമുള്ളതുപോലെ കുടിക്കാൻ കൂടെ നിൽക്കും. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ നേരത്ത് ഇവരെ ആരെയും നിനക്ക് പിന്നെ കാണാൻ കിട്ടില്ല. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ പറയുക, ദൂരദേശത്തേക്ക് യാത്രയായ ചില തലമുറകളോട് ഞാൻ പറയുക, നിങ്ങൾക്ക് ഇന്നുള്ള ആരോഗ്യം നഷ്ടപ്പെടും. ഇന്നുള്ള സകല നന്മകളും തീരും. സഹായിക്കാമെന്ന് പറഞ്ഞവർ കൈവിടും. പക്ഷേ നിങ്ങളെ നോക്കിയിരിക്കുന്ന വഴിക്കണ്ണുകളുമായി ഇറങ്ങിപ്പോയപ്പോൾ മുതൽ മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തിന് പരിചയപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പോയപ്പോൾ മുതൽ അപ്പൻ ഇങ്ങനെ വാതിക്കെ നോക്കിയിരിക്കുക, തിരിച്ചു വരുന്നത്. അവന് തിരിച്ചു വരാൻ മനസ്സില്ല. പണം തീർന്നു, ചെറുപ്പക്കാരെല്ലാം വിട്ടുപോയി, സൂഹിക്കാവുന്ന എല്ലാ സുഖങ്ങളും തീർന്നു. ഒടുവിൽ അവൻ പന്നിയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു. പന്നിക്ക് കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിയാകാമെന്ന് വിചാരിച്ചു. പക്ഷേ പന്നിയുടെ ഭക്ഷണവും പന്നിക്ക് പോലും തികയുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് അവൻ്റെ അകത്തൊരു ചേഞ്ച് വന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ അകത്തൊരു മാനസാന്തരം വന്നു. ആ മാനസാന്തരം വന്നപ്പോൾ അവൻ ചിന്തിച്ചു, ഇല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ആ സമയത്ത് യേശു അവൻ്റെ കൈക്ക് പിടിച്ചു. അവനെ മടക്കി അവൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതുപോലെ സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായ ചെറുപ്പക്കാരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്.
ഞാനൊരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ സന്ധ്യാസമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ പകുതി ശരീരം ഓടയിലും പകുതി ശരീരം റോഡിലും കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഒഴിവായ മദ്യക്കുപ്പി ഇരിപ്പുണ്ട്. അത് തെറിച്ചുപോയി. മറ്റതൊരു ചെറിയ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ സാധനമാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 3 പരിപ്പുവടയുണ്ട്. ആ പരിപ്പുവടയ്ക്ക് വേണ്ടി ഒരു നായ്ക്കുട്ടി ഓടി ഇങ്ങനെ വന്ന് നിൽക്കുക തിന്നാൻ റെഡിയായിട്ട്. ഞാൻ ഓർത്ത് ഈ 3 പേര് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണ് 3 പരിപ്പുവട മേടിച്ചത്. നോക്കി കാത്തിരിക്കുന്ന ഭാര്യയും 2 മക്കളെ ഉദ്ദേശിച്ച് മേടിച്ച പരിപ്പുവട വീട്ടിലെത്തിയില്ല. കണ്ട നായി കഴിക്കേണ്ട ഗതികേട് വന്നു. താൻ അധ്വാനിച്ചുണ്ടാക്കിയ ബെഡ് വീട്ടിലുണ്ട്, പക്ഷേ അവയെ കിടക്കാൻ തനിക്ക് യോഗമില്ല. ഓടയ്ക്കകത്ത് മറ്റുള്ളവരുടെ വിസർജ്യങ്ങൾ കടന്നു പോകുന്ന ഓടയ്ക്കകത്ത് കിടക്കേണ്ടി വരുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് ശ്രദ്ധിക്കുന്ന പ്രിയ യൗവനക്കാരനായ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനൊരു വാക്കുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് സ്നേഹം പകരുവാൻ ദൈവമാക്കി വെച്ച കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പൈശാചികമായ പദ്ധതികളെ വിട്ട് യേശുവിലേക്ക് മടങ്ങി വരാൻ. നിങ്ങൾ നശിക്കുന്നത് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ മടങ്ങി വന്ന് ദൈവസ്നേഹത്തിൽ എത്തുന്നത് കാണാൻ വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ ഞങ്ങൾ ഈ രാത്രി ദേശത്തൊരിക്കൽ കൂടെ ഉയർത്തുകയാണ്. അവനിലേക്കൊന്ന് മടങ്ങി വന്നാൽ മാത്രമേ ഈ സന്തോഷം പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചാൽ പറയും, ഞങ്ങളും ഒരു കാലത്ത് ഇങ്ങനെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ഓടിയവരാ. പക്ഷെ ഞങ്ങൾക്ക് സമാധാനം കിട്ടിയില്ല. ഞങ്ങളുടെ കയ്യിലുള്ള പണം തീർന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജുകളിലെ വാർഡുകളിൽ ഞങ്ങൾ ദീർഘദിവസങ്ങൾ കിടന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വരാതെയായി. ആ സമയത്തൊരു ലഘുലേഖയുമായി ഞങ്ങളുടെ അടുക്കൽ വന്ന സുവിശേഷകന്റെ വായിലൂടെ വന്ന ആ വചനത്തിനകത്ത് ഞങ്ങൾക്കൊരു മാറ്റം വന്നു. ഇന്ന് രാത്രി അപ്രകാരമുള്ള ചിലതിനെ ഈ ദേശത്തു ദൈവം വീണ്ടും കൊണ്ടുവരികയാ. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ സ്പർശിച്ചാൽ അവൻ്റെ ജീവിതത്തിന് മാറ്റം വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ അവൻ ഉടുത്ത വസ്ത്രമാണോ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവൻ ഉടുത്തോണ്ട് വരുന്നേ? അല്ലായിരിക്കുമല്ലോ. അതൊക്കെ പഴകി വേറെ ഉടുത്തു കാണും. ഇപ്പോൾ ആ കൊണ്ടുപോയ വസ്ത്രമൊന്നുമല്ല. പക്ഷേ ആ അപ്പൻ്റെ നോട്ടത്തിൻ്റെ മുൻപിൽ അപ്പന് മനസ്സിലായി, മുഷിഞ്ഞാണ് വരുന്നതെങ്കിലും തൻ്റെ മകനാണ് വരുന്നതെന്ന്. ആ അപ്പൻ അവൻ ഇങ്ങോട്ട് വരട്ടെ നോക്കി നിന്നില്ല, ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. എത്ര മുഷിഞ്ഞ വസ്ത്രവുമായിട്ടാണ് വരുന്നതെങ്കിലും അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു പിതാവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. രാത്രി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരപ്പനെ വിട്ട് യാത്ര തുടങ്ങിയിട്ട് നാളെ എത്രയായി? പലരും പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി, ഇനി മദ്യം ഉപയോഗിക്കില്ലെന്ന് ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ അതിലേക്ക് വശീകരിക്കുന്ന ശക്തികളുടെ മുൻപിൽ പിന്നെയും ഈ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പിശാചിന്റെ പദ്ധതികളുമായി നിങ്ങൾ ഇണചേർന്ന് നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ പ്രത്യക്ഷനായ ഒരു ദൈവപുത്രന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകൾക്കകത്ത് ഇറങ്ങി വരട്ടെ. ഞങ്ങൾ അതുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. മറ്റൊരാൾക്കും ഈ ദേശം വിടുവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തകർന്ന ജീവിതത്തെ വിടുവിക്കുവാൻ മറ്റൊരാൾക്കും കഴിയില്ല. ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലേ ഇല്ല. ആ മകൻ മടങ്ങി വരുന്നത് കാത്തിരുന്ന ഒരു പിതാവിനെ പോലെ ഈ രാത്രി ഈ ദേശത്തിടയ്ക്കാട് ദേശത്തുള്ള ആരെങ്കിലും യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിപ്പാൻ കഴിയാതെ മറ്റുള്ള പലതിനകത്തും നിങ്ങൾ ഇൻവോൾവ് ആയി നിൽക്കുന്നെങ്കിൽ ഈ രാത്രി നിങ്ങളോട് മതം മാറാൻ ഞങ്ങൾ പറയില്ല. നിങ്ങൾ നിൽക്കുന്ന മതം മാറാനുള്ളൊരു പ്രസംഗമല്ലിത്. മനസ്സിന് മാറ്റം വന്നുകൊണ്ട് ഞങ്ങൾ പോന്നതാ. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ ഇന്ന് ഞങ്ങളുടെ ശവക്കോട്ടകൾ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? തിരിച്ചു ചെല്ലുമെന്ന് ഓർത്ത്. പക്ഷേ തിരിച്ചു ചെല്ലാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ കണ്ടെത്തിയ ഈ സുവിശേഷത്തിന്റെ ശക്തി അത് മരണം വരെ ഞങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഇതിന്റെ മുൻപിൽ ഞങ്ങൾ മാറി നിൽക്കുകയില്ല. പീഡനങ്ങൾ വർദ്ധിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ രക്തസാക്ഷി മരണങ്ങൾ വർദ്ധിക്കുന്നു.
പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന്. ഇല്ല, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങളെ രക്ഷിച്ച ഈ സത്യ സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല. വേദപുസ്തകത്തിലെ യാത്രകളിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ യാത്രയാണ് ഈ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന അവൻ്റെ മടക്കയാത്ര. മറ്റു പല യാത്രകളുമുണ്ട്. ഒന്ന് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ടാക്സ് കളക്ടറാണ്. ലോകപ്രകാരം പദവിയൊക്കെയുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം യേശു എങ്ങനെയുള്ളവനാണെന്നറിയണം. യേശുവിനെ കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ യേശുവിനെ കൊണ്ടാ പോയത്. ഇന്ന് രാത്രി യേശുവിനെ കാണാൻ ആരെങ്കിലും വന്നോ? ഈ സുവിശേഷ യോഗത്തിൽ ആൾക്കാർ വരുന്നുണ്ട്, എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാം. ഒരു സ്ത്രീയാ പ്രസംഗിക്കുന്നത്, എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഇതൊക്കെ നല്ലതാ, പക്ഷേ നിങ്ങൾ യേശുവുമായിട്ടേ മടങ്ങിപ്പോകാവുള്ളൂ. നിങ്ങൾ വന്നതുപോലെ പോകരുത്. സക്കായിയോട് ചോദിക്കണം, സക്കായി, യേശുവിനെ കണ്ടതുകൊണ്ട് നിനക്കെന്താ മാറ്റം വന്നേ? എൻ്റെ ജീവിതം മുഴുവൻ മാറി. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചെടുക്കാൻ മാത്രം ആഗ്രഹിച്ചൊരു മനുഷ്യനാ. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടാനല്ല, കൊടുക്കാനൊരു മനസ്സാണ് എനിക്കുണ്ടായത്. ഞങ്ങളും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചവരായിരിക്കാം. ഒരു കാലത്ത് ഞങ്ങളും കടഭാരങ്ങളിലൂടെയൊക്കെ പോയവരായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ധൈര്യത്തോടെ പറയാം, എപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ഞങ്ങളുടെ കൈ തുറന്നു, അന്നു മുതൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാ. അതുകൊണ്ട് കൊടുത്താൽ തീരുകയല്ല, കൊടുത്താൽ വർദ്ധിക്കുകയാ. ഹല്ലേലൂയ. സക്കായി തന്റെ ജീവിതത്തിലെ മാറ്റത്തിന്റെ മുൻപിൽ യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ അവനും കൊടുക്കാൻ തുടങ്ങി. പിന്നെയുമുണ്ട് യാത്രകൾ. ജീവിതം ഒരു യാത്രയാ. ജീവിതം എന്ന യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താ നമ്മൾ പോകുന്നത്. എന്നാൽ ജീവിതത്തിലെ യാത്രയ്ക്ക് ഒരു അവസാനമുണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന് രാത്രി പറയുന്ന സന്ദേശം സുവിശേഷം കേൾക്കാത്ത, ഇതുവരെ അംഗീകരിക്കാത്ത ചിലർക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടിയുള്ള ദൂത് പിന്നീട് വരുന്നുണ്ട്. പക്ഷേ ഈ രാത്രി അങ്ങനെയുള്ള ചിലരെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. അവരെവിടെ നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ജീവിതയാത്രയ്ക്ക് ഒരു അവസാനമുണ്ട്, അത് മരണത്തിലെത്തുകയുള്ളൂ. പാപം മനുഷ്യനെ മരണത്തിലേക്ക് എത്തിക്കുകയാ. ഞങ്ങൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപാട് ആൾക്കാരും പോലീസുകാരും ഒക്കെ കൂടി നിൽക്കുന്നു. വണ്ടി നിർത്തിയിട്ട് പതിയെ ചോദിച്ച്, എന്താ സംഭവം? ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഓഫീസിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുക. പ്രിയ സുഹൃത്തെ, ഇന്നലെ ഈ സമയത്ത് അദ്ദേഹം ഈ ലോകത്തിലുണ്ട്. എത്രയോ പ്രാവശ്യം സുവിശേഷ സത്യം കേട്ടതാ, പക്ഷേ അദ്ദേഹത്തിനത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ ആത്മഹത്യ ചെയ്യാത്തത്? നമുക്ക് ആത്മഹത്യ ചെയ്യാൻ ഒരു മുഴം കയറ് കിട്ടാഞ്ഞിട്ടാണോ നാം ആത്മഹത്യ ചെയ്യാത്തത്? ഐസ്ക്രീമും വിഷക്കുപ്പിയും കയ്യിൽ ലഭിക്കാഞ്ഞിട്ടാണോ നാം ആത്മഹത്യ ചെയ്യാത്തത്? ഞാൻ ഇന്ന് രാത്രി പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും നമ്മുടെ ജീവൻ കർത്താവ് നൽകിയതാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതിസന്ധികളെ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് അതിജീവിക്കാൻ കൃപ പ്രാപിച്ചത് കൊണ്ടല്ലേ? ഈ രാത്രി നമ്മുടെ സാക്ഷ്യം ഈ ദേശത്തെ ചലിപ്പിക്കണം. എത്രയോ പ്രാവശ്യം വേദനകളുടെ നടുവിൽ മരണത്തെ ആഗ്രഹിച്ചവർ ഇതിനകത്തുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും മരിക്കാൻ തോന്നിയില്ല. കാരണം നമുക്ക് പ്രാണനെ നൽകിയ ഒരുവനുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആത്മഹത്യ അരുതേ എന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുക. കൂട്ടക്കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക. പെട്ടെന്ന് മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഇന്നലെയൊക്കെ ഫേസ്ബുക്കുകളിൽ കണ്ട വാർത്തകൾ വളരെ ചിന്തനീയമാണ്. ഒരു വർഷമായി വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും കുവൈറ്റിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുക. ഭാര്യയെ കുത്തിക്കൊന്നിട്ട് ഭർത്താവ് 14 നില കെട്ടിടത്തിൽ താഴേക്ക് വീണ് മരിക്കുന്നു. എന്താ ഇതിന്റെ കാരണം? പിശാചവരെ വലച്ചു കൊണ്ടുപോകുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മരണത്തിന്റെ തണുത്ത കരങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് മരണമില്ലാത്ത നമുക്ക് വേണ്ടി മധ്യസ്ഥ എന്ന കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഞാൻ ഈ ദേശത്തോട് വിളിച്ചു പറയുക. ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കത്തോലിക്ക സഹോദരങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളും എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന പാട്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടപ്പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇത് കേട്ടാ എഴുന്നേറ്റ് വരും. എന്താ പറഞ്ഞേ?
മരണം വരും ഒരു നാൾ. ഓർക്കുക, സൽകൃത്യങ്ങൾ ചെയ്താൽ മതി രക്ഷപ്പെടുമെന്ന ഒരു തിരുത്ത് സൽകൃത്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടില്ല. അകത്തിരിക്കുന്നവർക്കൊരാമേൻ പറയാലോ. സൽകൃത്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ട പലരുമുണ്ടായിരുന്നു. യേശു ജീവിതത്തിൽ വരാതെ ചെയ്യുന്ന ഒരു സൽപ്രവർത്തികൾ കൊണ്ടും നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തു ജീവിതത്തിലെത്താതെ ചെയ്യുന്ന സൽപ്രവർത്തികൾ മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതുകൊണ്ട് സൽപ്രവർത്തികൾ കൊണ്ടാരും രക്ഷപ്പെടത്തില്ല. യാക്കോബായ സഭയിൽ ഞങ്ങൾ നിന്നപ്പോൾ അവിടെ പാടുന്നൊരു മനോഹരമായ പാട്ടുണ്ട്. മരണത്തിൻ ദൂതൻ അരികെ വന്നപ്പോൾ ചുറ്റും നോക്കി തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഇത് ഈ ശവം എടുക്കുന്ന സമയത്ത് തിരക്കോടെ അച്ഛൻ പാടുക, നമ്മളും കേൾക്കണില്ല, ശവോട്ട് കേൾക്കുന്നുമില്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അർത്ഥമൊന്ന് നോക്കിക്കേ. മരണത്തിന്റെ ദൂതൻ നിന്റെ അടുക്ക വന്നപ്പോൾ ചുറ്റുപാടും നോക്കി ആരെങ്കിലും സഹായിക്കാനുണ്ടോന്ന് ആർക്കും സഹായിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെ സമയത്ത് സഹായിക്കുന്നതിനേക്കാൾ ആരോഗ്യമുള്ളപ്പോൾ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവപുത്രനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അവനെ മരിച്ചവരുടെ ഇടയിലല്ല അന്വേഷിക്കേണ്ടത്, അവൻ ജീവനുള്ളവനാണ്. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, മരണത്തിന്റെ മുന്നമേ മരണമില്ലാത്തവനെ ഒന്ന് കണ്ടുപിടിക്കാമോ? നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ആ കണ്ണുകൾ നിങ്ങളെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ ഒന്ന് തിരിച്ചറിയാൻ ഒരു സമയം ഒന്ന് മാറ്റിവെക്കാമോ? വെള്ളത്തിൽ യാത്രയിൽ വെച്ചാണോ? ആരാധനയ്ക്കായി പള്ളിയിൽ പോകുന്ന നേരത്താണോ? കള്ളം പറഞ്ഞ് ചിലർ വ്യാപാര ചന്തയിലോ കള്ളക്കേസിന് പോയി കച്ചേരി തിണ്ണയിലോ. വളരെ മനോഹരമായ ഒരു പാട്ട് ഞങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിലും പരസ്യയോഗങ്ങളിൽ പാടാറുണ്ട്. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നെന്നറിയായികയാൽ കാത്തിരിക്കുക. പക്ഷേ യാത്ര എവിടെ വെച്ച് തീരുവെന്നറിയില്ല കേട്ടോ. വെള്ളത്തിലെ യാത്രയിൽ വെച്ചാണോ മരണം? അറിയില്ല. നാം സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെച്ചാണോ മരണം? അറിയില്ല. ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വ്യാപാര ചന്തയിൽ ചെല്ലുമ്പോഴാണോ? അറിയില്ല. മരണത്തിന്റെ സമയം അറിയാത്തത് കൊണ്ട് അതിനു മുൻപ് മരണമില്ലാത്തവനെ കാണണം. ഹല്ലേലൂയ. അതിനുശേഷം മരിക്കുന്നവരൊക്കെ ഭാഗ്യമുള്ളവരാ. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തുവിലാണ് ജീവിതമെങ്കിൽ ക്രിസ്തുവിലുള്ള മരണമാണ് ഭാഗ്യം. മൂന്നാമത്തെ യാത്രയെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുക, എൻ്റെ മുമ്പിലുള്ള സമയം കുറവായതുകൊണ്ട്. അടുത്തൊരു യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന്റെ യാത്ര. മറ്റുള്ളതെല്ലാം വ്യക്തിപരമായ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയുമൊക്കെ നാം യാത്ര ചെയ്തതാ. പക്ഷേ സ്വർഗത്തിൽ പിതാവിനോട് സമമായി നിന്ന ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് ഒരു വെറും കഥയല്ല, അതൊരു സംഭവമായിട്ട് വരാൻ കാരണം എന്നെയും നിങ്ങളെയും ഓർത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ പിതാവിന് പ്രസാദം തോന്നി. എങ്ങനെ? കാൽവറി ക്രൂശിൽ താൻ മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആ മരണത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ എഴുതി വെച്ചു. താൻ ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, ബേത്ലഹേമിലുള്ള ജനനത്തെക്കുറിച്ച്, കന്യകയുടെ സന്തതിയായി ജനിക്കുന്നതിനെ കുറിച്ച്, കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് വരുന്നതിനെ കുറിച്ച്, അങ്ങനെ സ്വന്തം സ്നേഹിതനാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്ന കാര്യം വരെയും, അങ്ങനെ അവസാനം വരെ തൻ്റെ മരണത്തിൽ താൻ സമ്പന്നന്മാരോട് കൂടെയാണെന്നതുവരെ തലേ ദിവസമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചതാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കെട്ടുകഥയല്ല, അതൊരു സത്യമാണ്. സകല മാനവജാതിയും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവകൃപ വിട്ട് പാപത്തിനകത്ത് വസിക്കുമ്പോൾ അവരെ മടക്കി വരുത്തുവാൻ യാഗകർമ്മങ്ങൾ കൊണ്ട് സാധ്യമല്ല. ഏറ്റവും വില കൂടിയ യാഗങ്ങൾ കഴിച്ചിട്ടും മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മടക്കി വരുത്താൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ശബ്ദത്തിന്റെ മുൻപിൽ ഞാൻ പോകാം, അടിയനെ അയക്കണം
കാൽവറിയിൽ വെളിപ്പെട്ട ആ ദൈവസ്നേഹം, ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത്. പരിശുദ്ധാത്മാവ് ഇത് രാത്രി നമ്മളോട് സംസാരിക്കുക. ആ യാത്രയാണ് നമുക്ക് പ്രയോജനമായത്. നാമും ഒരു കാലത്ത് ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത വഴികളിൽ ദൈവത്തെ അറിയാത്തവരായി ജീവിച്ചപ്പോൾ അതിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പുസ്തകം കരങ്ങളിലെടുത്ത ദൈവഭക്തന്മാരെ, നാം ഇനി അധികകാലം ഈ വേദന അനുഭവിച്ച് ഈ ഭൂമിയിൽ കാത്തിരിക്കേണ്ടി വരില്ല. മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, നമ്മളായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ആ വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ സുവിശേഷ യോഗത്തിൽ നാം നമ്മുടെ പങ്കെടുക്കുകയാണ്. നാം നമ്മുടെ പങ്ക് വിളിച്ചു പറയുക. ഈ സുവിശേഷം സത്യമാണെന്ന് നിങ്ങളുടെ പ്രതിനിധിയായി ഞാനിവിടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുക, അതെ ഞങ്ങളും അതിന് സാക്ഷികള്. സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രൻ ഭൂമിയിൽ കുറെ സ്കൂളും കോളേജും പണിയാനോ ആശുപത്രി പണിയാനോ വന്നതല്ല. നമ്മളെ പോലെയുള്ള സമശിഷ്ടങ്ങൾ ഇപ്പോഴും പാപത്തിനകത്ത് കിടക്കുമ്പോൾ നമ്മുടെ ദൗത്യം മറക്കരുതെന്നും കൂടെ ഞാൻ ഇതോടൊപ്പം ഓർപ്പിക്കുക. സുവിശേഷത്തിന്റെ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള അവസാന നാഴികകളാണിത്. സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടാൻ പല സ്ഥലങ്ങളിലും തീർന്നു കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരുന്ന് പാടിയും പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ ഉള്ളിൽ നമ്മളെ പോലെ ഈ സത്യം അറിയാത്ത അനേക ബന്ധുക്കളും ചർച്ചക്കാരും ഉള്ളപ്പോൾ നാം എങ്ങനെ സുഖമായി കിടന്നുറങ്ങും? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ള ഭാഗം നാം ക്ലിയർ ചെയ്യുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ദേശത്തോടെ ഉള്ള ഉത്തരവാദിത്വം നാം ചെയ്യാറുണ്ടോ? നമ്മളോട് പറഞ്ഞ സുവിശേഷം നാം ഒളിച്ചു വെക്കാതെ വിളിച്ചു പറയാറുണ്ടോ? അതോ മറ്റുള്ളവരുടെ മുൻപിൽ നാം അവരോടൊപ്പം ലോകത്തിന്റെ ഇമ്പങ്ങളിൽ സഞ്ചരിക്കുന്നവരാണോ? ഈ രാത്രി മടങ്ങി വരുവാൻ ഞാൻ ദൈവജനത്തോട് അപേക്ഷിക്കുക. സ്വർഗത്തിന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് പിതാവിനോട് സമനായിരുന്ന ദൈവപുത്രന് ഈ ലോകത്തിലേക്ക് വന്ന് തകർക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? പിതാവ് തന്റെ മുഖം മറച്ചു കളഞ്ഞു. അവനെ തകർത്ത് കളവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തുകൊണ്ട്? എന്നെയും നിങ്ങളെയും ഓർത്ത്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ സന്തതിയെ കണ്ടു. 2023 മെയ് 5 രാത്രി ഇടയ്ക്കാട് കൺവെൻഷനകത്ത് പങ്കെടുക്കുന്ന നമ്മെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കാണുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് നാം ഈ പന്തലിനകത്ത് വന്നതെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നമുക്ക് ലഭിച്ച ഭാഗ്യ പദവി ഓർത്ത് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഞാൻ പ്രവാചക ശബ്ദത്തിൽ ഒരു കാര്യം പറയാം. പ്രവാചകനായ യെഹെസ്കേലിനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവിടെ ചിതറിക്കിടക്കുന്ന അസ്ഥികളുടെ കൂമ്പാരങ്ങളെ കണ്ടുകൊണ്ട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല, നിനക്കറിയാം. ഹല്ലേലൂയ. അടുത്ത വാക്ക് പറഞ്ഞത്, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയല്ല. സുവിശേഷം കേട്ടിട്ട് അംഗീകരിക്കാർക്ക് മാത്രമല്ല, സുവിശേഷം പറയുന്നവരെ ഉപദ്രവിക്കാനും കൂടെ നിൽക്കുന്ന അസ്ഥികൾ ജീവിക്കുമെന്ന് വിശ്വാസമുണ്ടോ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈടക്കാട് കൺവെൻഷനെ വിളിച്ചു പറയുന്നു, ഈ ദേശത്ത് ചിതറിക്കിടക്കുന്ന ചില അസ്ഥികൾ ജീവിക്കാൻ പോകുക. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ചില അസ്ഥികൾ മടങ്ങി വന്ന് കൂടിച്ചേരാൻ പോകുക. ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞ ചില അസ്ഥികളെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുക. കാൽവറി ക്രൂശിലൂടെ ലഭിച്ച ദൈവിക സന്തോഷത്തെ അകത്തുള്ള ദൈവജനം ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയണം, ഈ ദേശത്ത് ചില അസ്ഥികൾ കൂടിച്ചേരപ്പെടും. ഒരു മനുഷ്യനെ കൊണ്ടും രൂപാന്തരം വരുത്താൻ കഴിയാത്ത ചിലതിന് മാറ്റം വരാൻ പോകുക. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ പദ്ധതികൾ പൊളിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം എഴുന്നേൽക്കണം. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയുക, ഈ ദേശത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ ഈ ദേശത്തെ അന്ധകാര ശക്തികളുടെ തല താഴും. ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരെ, സുവിശേഷത്തിന്റെ വ്യാപനത്തിനെതിരെ, അഭിഷിക്തന്മാരുടെ ജീവിതത്തിനെതിരെ വർഷങ്ങളായി കിടക്കുന്ന ചില പദ്ധതികൾ ഈ രാത്രി തകരുവാൻ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ ഈ ദേശത്ത് കാണാൻ പോകുക.
യേശു നമുക്ക് വേണ്ടി വന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് പെട്ടകത്തിനകത്ത് കയറിയവരോട് ഞാൻ പറയാം, ചിലതും കൂടെ പുറത്ത് കിടക്കുകയാ. മടക്കി വരുത്താൻ, മടക്കി വരുത്താൻ, മടക്കി വരുത്താൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. ദൈവം അവനോട് പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കും. എന്തുകൊണ്ട് അസ്ഥികൾ ജീവിക്കും? ഞാൻ ദൈവജനത്തോട് ആ ദൂത് പറയുക. യുദ്ധത്തിന് വേണ്ടി പോയി താഴ്വരകളിൽ പട്ടുപോയവരുടെ അസ്ഥികളാണത്. യുദ്ധത്തിൽ ആരും പരാജയപ്പെടാൻ പോകാറില്ല. യുദ്ധത്തിൽ പോകുന്നവർ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാ പോകുന്നത്. ഈ അസ്ഥികളുടെ ഉടയവർക്കും അങ്ങനെ ഒരു ദർശനമകത്തുണ്ട്, ഞങ്ങൾ വിജയിക്കുമെന്ന്. പക്ഷേ സന്ദർഭവശാൽ അവർ പരാജയപ്പെട്ടു. അവരുടെ അസ്ഥികൾ ചിതറിക്കിടക്കുകയാ. പക്ഷേ അവരുടെ അസ്ഥികൾക്കകത്തൊരു ദർശനം ചലിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവർ മരണപ്പെട്ടായിരിക്കും, പക്ഷേ അവരുടെ അസ്ഥിക്കകത്തൊരു ദർശനം കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇന്നിവരെ നോക്കുമ്പോൾ ഇവർ ചിതറിക്കിടക്കുക, പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഈ ദർശനം ഹൃദയത്തിൽ വഹിച്ച ഈ അസ്ഥികൾ കൂടിച്ചേരാൻ പോകുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിച്ചിട്ടും മനസ്സിലായിട്ടും പിന്മാറിപ്പോയി സുവിശേഷകർക്കെതിരെ നിൽക്കുന്ന ചില അസ്ഥികൾ 2023 അത് മടങ്ങി വന്ന് ജീവിക്കുമെന്ന് ഞാൻ ഈ ദേശത്തോട് ആത്മാവിൽ വിളിച്ചു പറയുക. ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമെന്നാ ദൈവം പറഞ്ഞു. അതെ, എങ്ങനെയാ ഈ അസ്ഥിക്കകത്ത് ഈ ദർശനം കിടക്കുന്നേ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂതി ഞാൻ പറയാം. വീടിനകത്തു നിന്ന് സന്തോഷത്തോടെ ജീവിച്ച യോസഫിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം സഹോദരന്മാരാൽ അവൻ തള്ളപ്പെട്ടു. അവൻ പോയ വഴിക്കൊക്കെ അവന് മനസ്സിലായി, ഞാൻ തള്ളപ്പെട്ടതിൻ്റെ കാരണം ഞാൻ കണ്ട ഒരു ദർശനമാണ്. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം എപ്പം നടക്കും അറിയില്ല, ആര് നടത്തും അറിയില്ല. പക്ഷേ അവൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മാറി നിന്നില്ല. അവൻ കടന്നു പോകാൻ തുടങ്ങി. അവൻ യാത്ര ചെയ്തു, പലയിടത്തു പോയി. അവൻ ചെന്ന സ്ഥലത്തൊക്കെ ദൈവം അവനെ ഉയർത്തി. പക്ഷേ അവന്റെ ദർശനത്തിന്റെ പൂർത്തീകരണ സ്ഥലം അതല്ല. അവനെ അവന്റെ ദർശനത്തിൽ പുറകോട്ട് വലിക്കുവാൻ പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു. പക്ഷേ ഒന്നിലും വീഴാതെ ദർശനത്തിന് വേണ്ടി ഓടുക. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, നിങ്ങളുടെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് മുന്നേ നിങ്ങളെ മാറ്റിക്കളയാൻ പിശാച് വെച്ച പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിനെതിരെ ജയിക്കാൻ തയ്യാറാകണം. ഇന്നും പലരെയും വശീകരിച്ച് പാപത്തിന്റെ കെണിയിൽ അകപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ കണ്ട് അതിനോട് ഇണങ്ങി നിൽക്കുകയല്ല, അതിനോട് എതിർത്ത് നിൽക്കാൻ തയ്യാറായാൽ അതിവേഗത്തിൽ നിങ്ങൾ കണ്ട ദർശനങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടും. യോസഫിന്റെ ദർശനം തന്റെ അകത്ത് ചലിച്ചു. ഒടുവിൽ അവനെ മിസ്രൈമിലെ കസേരയിൽ എത്തിച്ചു. അതാ നമുക്കറിയാം ചരിത്രം. പക്ഷേ യോസഫിനറിയാം, തൻ്റെ അകത്ത് ചലിച്ച ദർശനം തൻ്റെ അസ്ഥികളിൽ ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് താൻ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ ഇവിടെ നിന്ന് ദൈവം സന്ദർശിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് നിങ്ങൾ എൻ്റെ അസ്ഥികളും കൂടെ എടുക്കണം. എന്തിനാണെന്നറിയാമോ? കനാനിലെത്തുമോ എന്ന സംശയം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥിയിലേക്ക് നോക്കിയാൽ മതി. ദീർഘവർഷങ്ങൾ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടിട്ടും പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി ദർശനം പൂർത്തീകരിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ ഒടുവിൽ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കനാനിൽ നിങ്ങൾ എത്തുമെന്നുള്ളതിന് മറ്റൊരു തെളിവും വേണ്ട. എൻ്റെ അസ്ഥികളിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവദാസി ദാസന്മാരെ, നിങ്ങളുടെ അകത്ത് ദൈവം എന്ന ദർശനത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. നിങ്ങൾ കണ്ട ദർശനം അതിന്റെ പൂർത്തീകരണത്തിലെത്താൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ദർശനമകത്ത് വഹിച്ചാൽ, ഞാൻ മറ്റൊരു കാര്യവും കൂടെ പറയാം. ദീർഘവർഷങ്ങൾ എലിയ പ്രവാചകന്റെ മുന്നാലെ ഇരട്ടി പവറിന് വേണ്ടി ഓടി നടന്നൊരു മനുഷ്യൻ നമുക്കറിയാം. അവൻ മരിച്ച് അടക്കപ്പെട്ടതും നമുക്കറിയാം, എലീശ. പക്ഷേ പട്ടാളക്കാരുടെ കൂട്ടം യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഒരുവൻ അവിടെ കടന്നു മരിച്ചു. അവനെ എടുത്ത് എറിഞ്ഞിട്ട് കൂടെയുള്ളവർ മുമ്പോട്ട് യാത്ര ചെയ്യുക. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു വിളി. നോക്കിയപ്പം മരിച്ച്
എടുത്തെറിയപ്പെട്ടവൻ നടന്നു വരിക. മനസ്സിലാകുന്നുണ്ടോ? അവൻ ചെന്ന് തൊട്ടത് എലീശായുടെ അസ്ഥികളുടെ മേല. അസ്ഥിക്കകത്ത് ദർശനം വഹിച്ചവൻ അവന്റെ അടുക്കൽ എത്തുന്ന ചിലത് ജീവൻ പ്രാപിക്കാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിച്ചോ? ഈ കൺവെൻഷനിൽ കടന്നു വന്ന നിന്റെ അകത്തൊരു ചലനമുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ, നിന്റെ അടുക്കൽ വരുന്നവർ ജീവൻ പ്രാപിക്കും, നിന്നെ തൊടുന്നവർ ജീവൻ പ്രാപിക്കും. വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. നിങ്ങളെ തൊടുന്ന ചിലർ ഈ വർഷത്തിൽ വിടുതൽ പ്രാപിക്കാൻ പോകുക. നിങ്ങൾ പറയുന്ന സുവിശേഷത്തിനകത്ത് വിടുതൽ വ്യാപരിക്കാൻ പോകുക. ഈ ദേശത്ത് വർഷങ്ങളായി പോരാടി നിൽക്കുന്ന ചിലതിനോട് പോരാടാൻ നാവിന്റെ മേൽ അധികാരം ലഭിച്ച ദൈവജനമേ, നിങ്ങളുടെ അകത്തുള്ള ദർശനം അതിന്റെ പൂർത്തീകരണത്തിലെത്തുന്ന ദിനങ്ങൾ അടുത്തിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഈ ദേശത്തെ ചില വരൾച്ചകൾ മാറട്ടെ. ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത ചിലർക്ക് മാറ്റം വരട്ടെ. ദർശനമകത്തു വഹിച്ചവന്റെ യാത്രയിൽ തൊട്ട ചിലതിന് വിടുതൽ വരികയാ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തൊട്ടതിന് സൗഖ്യം വന്നെങ്കിൽ, യേശുവിന്റെ ശക്തി അകത്തു വഹിക്കുന്ന നിങ്ങളും ഞാനും തൊട്ടാൽ സൗഖ്യമാകില്ലേ? മാരകമായ ക്യാൻസർ രോഗികളുടെ മുൻപിൽ പ്രാർത്ഥിക്കാൻ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ ദൈവം ഈ ദേശത്ത് ചിലരോട് പറയുക. ആശുപത്രിയിൽ തള്ളപ്പെട്ട ചിലതിനെ കണ്ടിട്ട് ഏറ്റവും കൂടിയ ഡോക്ടറിന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ നിൽക്കട്ടെ. നിങ്ങളുടെ അടുക്കൽ ആ വിഷയത്തെ എത്തിച്ചത് സ്വർഗത്തിലെ ദൈവമാണെന്ന് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദേശത്ത് ഒരു രോഗത്തിനും സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട് നടക്കുന്ന ചിലതിനെ ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ പോകുക. അതിനുവേണ്ടി പുറത്തുനിന്ന് ഒരാൾ വരണമെന്നില്ല, പ്രസിദ്ധനായ ഒരാൾ വരണമെന്നില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ നാവിന്റെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നടന്നു പോകുമ്പോൾ ഈ ദേശത്ത് ചിലത് സൗഖ്യമാകാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ദൈവം സൗഖ്യം തന്നു. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ പറഞ്ഞാൽ ക്യാൻസർ ആണ്, ഇനി ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ എത്ര പേർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകി. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് തള്ളിയതാ. ഇനി ഈ ഗർഭപാത്രത്തിനകത്തൊരു കുഞ്ഞുണ്ടാകില്ലെന്നൊക്കെ ഞങ്ങളുടെ വീടിനകത്ത് കേട്ട ശബ്ദമാ. പക്ഷെ അതിനെയൊക്കെ തിരുത്തി എഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും അതിവിടെ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിനു വേണ്ടി വില മുടക്കി നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ, ഈ വീട് തുറന്നു കൊടുക്കാൻ തയ്യാറായെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി ദേശത്ത് വെളിപ്പെടാതെ ഇരിക്കില്ല. ഈ കൺവെൻഷൻ മുഖാന്തരം ഈ ദേശം ഒരു വലിയ ചലനത്തിലേക്ക് നീങ്ങുകയാ. ഓ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അങ്ങനെയെങ്കിൽ ജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിലതിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാ കേട്ടോ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ക്രൂശിലെ യാത്രയിൽ തന്നെ അനുഗമിച്ച ചിലതിനെ കൂടെ ഞാനൊന്ന് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി യാത്രയിൽ അനുഗമിച്ചൊരു മനുഷ്യൻ കുറേനക്കാരനായ ശിമോന. ആ മനുഷ്യൻ ഒന്നും അറിയാതെയാ വന്നത്. താൻ വയലിലെ പണി കഴിഞ്ഞ് വരികയാ. അവിടെ നിൽക്കുന്നവരാരും ക്രൂശ് തൊടില്ല, ഇത് ശാപമായതുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എതിർക്കാൻ കഴിയുന്നതിന് മുന്നമേ ആ ക്രൂശിന്റെ ഭാരം ചുമക്കുവാൻ അദ്ദേഹത്തെ പിടിച്ചേൽപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നിർബന്ധം കൊണ്ട് ക്രൂശ് ചുമക്കേണ്ടി വന്ന ആ മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യൻ കടന്നു പോകുക. ആ മനുഷ്യൻ നോക്കിയപ്പോൾ പുറമെല്ലാം ഉഴവ് ചാലുകൾ പോലെ കീറി. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഈ കുരിശിന്റെ ഭാരവും വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ ചെയ്തേക്കാം എന്നോർത്ത് മനസ്സോടെയാണോ മനസ്സില്ലാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ മനുഷ്യൻ പതിയെ ആ ക്രൂശിന്റെ ഭാരമൊന്ന് ചുമന്നു കൊടുത്തു. ആ രക്തത്തുള്ളികൾ ചിലത് തൻ്റെ ശരീരത്തിലും പറ്റി. താൻ തൻ്റെ ദൗത്യം പറഞ്ഞത് ചെയ്തേച്ച് താൻ വീട്ടിലെത്തി. തൻ്റെ ശരീരത്തിലെ ആ ചോരപ്പാടുകൾ കണ്ടിട്ട് വീട്ടിലുള്ളവർ ചോദിച്ചു കാണും എന്ത് സംഭവിച്ചുവെന്ന്. ആ മനുഷ്യൻ പറഞ്ഞു കാണും, എനിക്കറിയില്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ ഭാരമുള്ള ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്നെ നിർബന്ധത്തോടെ ആ ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചതാ. പക്ഷേ ഞാൻ എന്തിനാണിത് ചുമക്കുന്നതെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളിലേക്കൊരു നോട്ടം വന്നു.
യേശു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒന്നും സംസാരിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേ ഞാനിന്ന് രാത്രി എൻ്റെ ദൈവത്തിന് നന്ദി പറയുക. മനസ്സോടെ അല്ലെങ്കിലും അറിവില്ലായ്മയിലാണെങ്കിലും ഒരിക്കലെങ്കിലും ഈ ക്രൂശിന്റെ ഭാരമൊന്ന് താങ്ങിയേക്കാമെന്നോർത്ത് നമ്മുടെ പിതാക്കന്മാർ ചെയ്തതിന്റെ പ്രതിഫലമല്ലേ നാം ഈ അനുഭവിക്കുന്നത്? ഒരു കാലത്ത് സുവിശേഷ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ വെട്ടനായെ പോലെ ഓടിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. വിവാഹ സദ്യക്ക് ഇലയിൽ വിളമ്പിയ ചോറ് ഭക്ഷിപ്പാൻ കഴിയാതെ പെന്തക്കോസുകാർ ഇറങ്ങിപ്പോകാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ നിന്ന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ആരെയും മൊബൈൽ ഫോണിൽ വിളിച്ച് കേസൊന്നും കൊടുത്തില്ല. ഉണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സ്തോത്രം പറഞ്ഞ് പുറത്തിറങ്ങിയ പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു കേട്ടോ. നിർബന്ധത്താൽ അവരൊക്കെ ഈ ക്രൂശ് ചുമന്നവരാ. പക്ഷേ അവരുടെ തലമുറ എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലത്. ക്രിസ്തുവിൽ പ്രസിദ്ധരായ രൂഫോസും അലക്സാണ്ടറും ഒക്കെ അവിടെ ഉണ്ടായെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ചുമന്ന ഈ സുവിശേഷത്തിന്റെ സത്യം മൂലം നമുക്ക് ലഭിച്ച നന്മകളുടെ വലിപ്പത്തെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ദൈവത്തെ വിട്ടുമാറാൻ നമ്മുടെ തലമുറയെ അനുവദിക്കല്ലേ എന്നും കൂടെ പ്രാർത്ഥിക്കണേ. നാം അറിഞ്ഞ ഈ സത്യത്തിൽ അറിയാതെ നമ്മുടെ തലമുറ നീങ്ങിപ്പോവുകയാ. അവർക്കിതൊന്നും വേണ്ടെന്ന് തോന്നുന്നൊരു കാലഘട്ടത്തിലേക്ക് വരികയാ. ആരാധനയുടെ മഹത്വം മനസ്സിലാക്കാതെ ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കുന്ന തലമുറ. ചില നാളുകൾക്ക് മുൻപ് ഇവിടെ ഇരിപ്പുണ്ട് ചിലര്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞങ്ങൾ 14 ജില്ലകളിലും യാത്ര ചെയ്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, ദൈവം തന്നൊരു നിയോഗത്തിൽ. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചേച്ച് തുടക്കം കുറിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കേട്ട വാർത്ത, ഒരു കുടുംബത്തിൽ, അല്പം കൂടെ കടത്തി പറഞ്ഞ ഒരു സുവിശേഷ കുടുംബത്തിൽ, ഒരു ദൈവദാസന്റെ മകൾ പഠിച്ച സ്ഥലത്തു നിന്ന് വീട്ടിൽ വന്നു. കൂടെ ഒരു പെങ്കൊച്ചുമുണ്ട്. പബ്ലിക്കാണെന്ന് എനിക്കറിയാമെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റിയല്ല. കൂടെ വന്ന പെൺകുട്ടി ആരാണെന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചതാന്ന് പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ മാതാപിതാക്കളെ? സുവിശേഷം അറിഞ്ഞ നമ്മുടെ തലമുറ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടെ ഈ രാത്രിയിലൊന്ന് ഓർക്കുന്ന നല്ലതാ. ആണോടാണും പെണ്ണോട് പെണ്ണും അവലക്ഷണമായത് പ്രവർത്തിച്ച സോദോം ഗൊമോറയുടെ പാപങ്ങളിൽ അകപ്പെട്ട് ലോകനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിന്റെ തലമുറ വഴിമാറട്ടെ. പാപത്തിന്റെ വശീകരണ ശക്തി നിന്റെ തലമുറയെ തൊടുന്നതിന് മുൻപേ ഓടിച്ചെന്ന് പെട്ടകത്തിൽ കിടക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന യുവതലമുറയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കാനും നേതൃത്വങ്ങളെ വളർത്താനും രാഷ്ട്രീയ കൂട്ടുകെട്ട് സഭയ്ക്കകത്ത് കൊണ്ടുവരാനും ഇലക്ഷൻ നടത്തി കോടികൾ കൊടുക്കാനും തയ്യാറാകുന്നവർ ഓർക്കുക, തലമുറ വഴിമാറുകയാ. പിടിച്ചാൽ കിട്ടാത്തതുപോലെ പൊക്കൊണ്ടിരിക്കുക. പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ കാണുകയാ. ഇതൊക്കെ ലോകക്കാരുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചേ. പക്ഷേ ഇന്നത് അകത്ത് കയറിയെന്ന് മനസ്സിലാകുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ യാത്ര ചെയ്ത് പല സ്ഥലത്തും ചെല്ലുമ്പോൾ പിടിവിട്ടു പോകുന്ന സന്ദർഭങ്ങളെ കേൾക്കുകയാ. പഠനത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് അയച്ച് ധൈര്യത്തോടെ വീട്ടിയിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, ദൈവസന്നിധിയിൽ കവിണ് വീണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവഭയം നഷ്ടപ്പെട്ട തലമുറകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റ് പോലും അത് വേണ്ട, ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും വിവാഹം കഴിച്ചാൽ മതിയെന്ന് നിയമം ഇറക്കി സുപ്രീം കോടതി. പക്ഷേ പലർക്കും ഇന്നത് അറിയില്ല. ലോകത്തിൽ കാണുന്ന മ്ലേച്ഛതകൾ വിശ്വാസ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക.
പാപത്തിന്റെ ആരംഭം തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം. മറ്റൊരാൾക്ക് കുതികാലി വെട്ടുന്നതല്ല ആത്മീക ജീവിതം. മറ്റൊരാളെ തറപറ്റിച്ച് ഞാൻ ആ ശ്രേഷ്ഠനെന്ന് പറയുന്നതല്ല വേദപുസ്തക സത്യം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുവാൻ വിളിച്ചു പറയുന്ന വേദപുസ്തകം ഉയർത്തുന്ന വിശുദ്ധന്മാരെ, ഇന്ന് രാത്രി കൂടി വന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, മടങ്ങി വരുവാൻ, ദൈവജനം മടങ്ങി വരുവാൻ, ദൈവജനം മടങ്ങി വരുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ തലമുറകൾ ദൈവത്തിന് വേണ്ടി പ്രസിദ്ധരാകാൻ നമ്മൾ കണ്ണീരൊഴുക്കണം. അത് മുഴുവൻ കോൺട്രാക്ട് കൊടുത്തേച്ച് വീട്ടിയിരിക്കരുത്. 3 വർഷത്തേക്കാക്കി വെച്ച് ആള് പ്രാർത്ഥിക്കട്ടെ, എനിക്ക് നേരെയില്ല, വേണ്ട കേട്ടോ, കരച്ചിലേക്ക് വരും. ഇന്ന് തലമുറകൾ പലതും ദൈവസഭയിലില്ല. കമ്മിറ്റി കൂടുന്ന രാഷ്ട്രീയം കണ്ട് തലമുറ ഓടുകയാ. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ യൂത്ത് വർഷിപ്പുകൾ ആരംഭിക്കാൻ പിള്ളേർ നടക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലെന്ന് മാത്രമല്ല, വചന സത്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ ആളില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയാം, നാം വിശ്വസിച്ച ഈ വചനം സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പുസ്തകത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കാണിക്കാൻ തയ്യാറായ ചെറുപ്പക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അമ്മമാരെ, നിങ്ങളുടെ ഉദരത്തിൽ പിറന്ന തലമുറകൾ നിങ്ങൾ വിശ്വസിച്ച ആത്മീക സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? മറ്റു പലതിനും വേണ്ടി സമയം മാറ്റിവെക്കുക. ഒരു കാലത്ത് പാപമെന്ന് കരുതിയ പലതും ഇന്ന് പാപമല്ല. ഞാനൊരു കാര്യം പറയാം, വീട്ടിലുള്ള 5 പേരിൽ 4 പേരും വഴിതെറ്റിപ്പോയാലും ഞാൻ പോകില്ലെന്ന് തീരുമാനിക്കുന്നതാ ഭക്തി. എത്ര പേരങ്ങനെ തീരുമാനം എടുക്കും? ഹല്ലേലൂയ. ആരംഭകാലങ്ങളിലെ പിതാക്കന്മാർ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ചരിത്രം എനിക്കറിയാം. ഞാനും ഒരു വലിയ പിതാവിന്റെ വീട്ടിലെ ആളാ. പത്തിച്ചിറ യോനാച്ചൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ അനന്തര തലമുറയിലെ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട്. മൈലുകൾക്കപ്പുറത്ത് ഭൂതമിറങ്ങുന്ന സമയം, ഒരു ഭൂതമിറങ്ങിയ ഒരു സ്ത്രീയെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-3 പേര് അപ്പച്ചനെ വിളിക്കാൻ വരിക. അവർ പറഞ്ഞു, അവിടെ ഭൂതമിറങ്ങുക, ആ സ്ത്രീയെ ഒന്ന് രക്ഷിക്കാൻ വരണം. അപ്പച്ചൻ കുളിച്ചൊരുങ്ങി വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ഭൂതബാധിതയായി സ്ത്രീ പറയുക, എന്നെ പറഞ്ഞു വിടാനുള്ള ആളിറങ്ങിയിട്ടുണ്ട്, ഞാൻ പൊക്കോളാമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഇറങ്ങുമ്പോൾ ചില ഭൂതശക്തികൾ അലറി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ അന്ന് വ്യാപരിച്ച ദൈവശക്തി നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും പകരപ്പെടും. യെസ്, ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ മൈലുകൾക്കപ്പുറത്തുള്ള ഭൂതശക്തികൾ നിങ്ങളുടെ ശബ്ദത്തിന്റെ മുൻപിൽ ഇളകി മാറും. യെസ്, വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. സംഭവിക്കാൻ പോകുക, ഈ കൺവെൻഷൻ മൂലം ഈ ദേശത്തൊരു ചലനം സംഭവിക്കാൻ പോകുക. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത, ഉപവസിച്ചിട്ടും മാറാത്ത ചിലതിന്റെ മേൽ ദൈവകരം ചലിക്കാൻ പോകുക. ഇന്ന് രാത്രി പന്തലിനകത്തൊരു രോഗസൗഖ്യം വ്യാപരിക്കുന്നു. ചില രോഗികൾ ഈ രാത്രി സൗഖ്യമാകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ വിളിച്ചു പറയുക. വർഷങ്ങൾ പഴകിയ ചില രോഗങ്ങൾ, ഇനി ഇതിന് സൗഖ്യമില്ലെന്ന് പറഞ്ഞ ചിലത് ഈ രാത്രി പന്തലിനകത്ത് വിടുവിക്കപ്പെടാൻ പോകുക. ഞാനത് ആത്മാവിൽ കാണുകയാ. യെസ്, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യെസ്, ഇന്ന് രാത്രി നടക്കുകയാ. എൻ്റെ ആത്മാവിൽ എന്നോട് പറയുക, ഇന്ന് രാത്രി ചില രോഗസൗഖ്യങ്ങൾ ഇവിടെ നടക്കുന്നു. എല്ലാ വർഷത്തെയും കൺവെൻഷനേക്കാൾ വ്യത്യസ്തമായി ഈ രാത്രികൾ നടക്കുന്ന കൺവെൻഷനിൽ ദൈവം ചില കെട്ടുകൾ അഴിക്കാൻ പോകുക,
ചില അസ്ഥികൾ കൂടി ചേരാൻ പോകുക. ബന്ധം വിട്ട് ദൈവസഭയിൽ പിന്മാറ്റത്തിലേക്ക് പോയ ചിലത് മടങ്ങി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഭവനത്തിൽ എത്തുന്നതിന് മുൻപ് ചില മറുപടികൾ വരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മൈലുകൾക്കപ്പുറത്ത് ചില രോഗസൗഖ്യങ്ങൾ നടക്കുകയാ. ദീർഘവർഷങ്ങളായി വാഗ്ദത്തം ലഭിച്ചിട്ടും തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ചില മറുപടികൾ കാണാൻ പോകുക. ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കാത്തിരുന്നോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് ചില മറുപടികൾ നിങ്ങളുടെ ഫോൺ കോളിലൂടെ കേൾക്കും. യെസ്, ഹല്ലേലൂയ. റബന ഹദന ദിഗന. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില വിടുതലുകൾ ഈ രാത്രി നടക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക. യെസ് യെസ്. ഉടബ രഗന ഹദന ദിഗന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നടക്കാത്ത ചിലത് ദൈവസഭയിലേക്ക് വരികയാ. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൂട്ടം കൂട്ടമായി ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഈ ദേശത്തുള്ള ദൈവസഭയിലേക്ക് വരാൻ പോകുക. യെസ്, വർഷങ്ങൾ പഴക്കമുള്ള ചില പാരമ്പര്യ സഭകൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില പാരമ്പര്യ സഭകൾ, സമുദായ സഭകൾ ആ കെട്ടുപാടുകളെ വിട്ട് ദൈവസഭയിലേക്ക് വരാൻ പോകുക. യെസ്, അത് സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മുൻവിധികളെ മാറ്റാൻ നമ്മൾ തയ്യാറാണോ? രാത്രി ദേശത്തോടാണ് സുവിശേഷം പറയാൻ വന്നതെങ്കിലും ദൈവാത്മാവ് ഈ ദൂതനെ ഡൈവേർട്ട് ചെയ്യുകയാ. ഞാൻ ചോദിക്കട്ടെ, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാണോ? നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾക്കനുസരിച്ച് ദൈവസഭ പോകണമെന്ന് നിർബന്ധം പിടിക്കല്ലേ. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ദൈവസഭ പോകണമെന്ന് നിർബന്ധം പിടിക്കല്ലേ. കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വീരുന്നു ശാല തന്നിൽ. ഓ, കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വീരുന്നു ശാല തന്നിൽ. ഓ, അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ? അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ? അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിൽ യേശു വെളിപ്പെടുമേ, മധ്യവാനിൽ യേശു വെളിപ്പെടുമേ. കാഹളനാദം നീ കേൾക്കും മുൻപേ, കാഹളനാദം നീ കേൾക്കും മുൻപേ, പത്രങ്ങളിൽ വേഗം നിറച്ചു കൊള്ളേണമേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക, മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. അതെ, രാത്രി ദൈവാത്മാവനോട് പറയാം, നമ്മൾ ആ പാട്ടുപാടി ഒടുവിൽ ആരാധിക്കും. ദൈവസഭ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് കമ്മിറ്റിയല്ല. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ ദൈവസഭകളെ ഏറ്റെടുക്കാൻ പോകുക. തടസ്സമായി നിൽക്കുന്നതിനോട് ദൈവം ഇടപെടാൻ പോകുക. ദേശത്ത് ദൈവത്തിനുള്ള ചിലതിനെ വേർതിരിക്കാൻ സമയമായി. അകത്തിരിക്കുന്നവരുടെ മുൻവിധികളെ മാറ്റുവാൻ ദൈവാത്മാവ് ദൈവസഭകളോട് പറയുക. ആരെ സഭയിൽ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. വരുന്നവരെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്. നമുക്ക് ഭയങ്കര ചിട്ടയാ. നമ്മൾ വിചാരിക്കുന്ന പോലെ വരുന്നവരെ മാത്രമേ നമ്മൾ അംഗീകരിക്കുള്ളൂ. ഇല്ല, ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറഞ്ഞാ നിർത്തുന്നേ.
പത്രോസിനെ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് വിട്ടപ്പോ ദൈവത്തിന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ബാക്കി 11 പേരും എവിടെ പോയി? ബാക്കിയുള്ള 11 പേരോടും ആലോചന ചോദിക്കാതെ പത്രോസിനെ വിട്ടതാരാ? 11 പേരോടും ആലോചന ചോദിച്ചെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കില്ല. തമ്പുരാൻ അതുകൊണ്ട് നേരിട്ട് മറ്റൊരാളോട് കോണ്ടാക്ട് ചെയ്യാൻ സമയമില്ലാതെ പത്രോസിനോട് പറഞ്ഞു വേഗത്തിൽ പൊക്കോളാൻ. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് എന്നപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത സ്ഥലമാ അത്. ജാതികളുടെ വീട്ടിൽ ആദ്യമായിട്ട് കാലുകുത്തിയ യഹൂദൻ പത്രോസാ. അങ്ങനെ ഞാനൊന്നും പോവത്തില്ല, ഞങ്ങൾ അങ്ങനെ കൂടി, ഞങ്ങള് ഇടയ്ക്കാട് കുടുംബം അല്ലേ, സ്തോത്രം. ഞങ്ങളൊക്കെ ഇടയ്ക്കാട് കുടുംബം, ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ഒത്തിരി കുടുംബമുണ്ട്. പക്ഷേ അതെല്ലാം താത്തി വെച്ച് കുരിശും മൂട്ടി വന്നപ്പം ജനസഭയിൽ ഇരച്ചു കയറാൻ തുടങ്ങിയെന്ന്. രമ്യകർമ്മ്യങ്ങളും മണിമാളികകളും ഒക്കെ വിട്ട് കുടുംബ കല്ലറകളൊക്കെ വിട്ട് ദൈവസഭയിലേക്ക് വന്നപ്പം ആരുമില്ലായിരുന്നല്ലോ. ഇന്ന് പണവും പത്രാസും വർദ്ധിച്ചപ്പോൾ എങ്ങനെയും ദൈവസഭയെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചതാരാ? എനിക്കറിയാം, ഞാനൊരു സ്ത്രീയാണിത് പറയാൻ പറ്റുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാൽ ഇത് പറയാതെ പോവില്ല. ദൈവസഭകൾ മറ്റ് ചിലരുടെ സ്വകാര്യ സ്വത്തായി മാറ്റിയാൽ സ്വർഗം ഇടപെടും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന ആ ദൈവ സ്നേഹത്തിന്റെ മുൻപിൽ പത്രാസും പദവിയും ഒക്കെ വിട്. നമ്മുടെ മാന്യതയ്ക്ക് ചേരുന്നവരെ മാത്രം ചേർത്ത് ദൈവസഭ കെട്ടിപ്പടുക്കാമെന്ന് ചിന്തിക്കല്ലേ. ഭക്തന്മാർ അതുകൊണ്ടാ പാടിയ കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വിരുന്നുശാല തന്നിൽ നിറയുന്ന കാഴ്ച. അതെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭകളുടെ മുഖച്ഛായ ദൈവം മാറ്റാൻ പോവാ. അഭിഷിക്തന്മാരെയൊക്കെ ദൈവം അങ്ങ് എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാ. നമ്മുടെ ഫ്രെയിമൊക്കെ ഒന്ന് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് തമ്പുരാന്റെ ഫ്രെയിമിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചോ? യെസ്, ദൈവം ചിലതിനെ സഭയുടെ വാതുക്ക കൊണ്ട് നിർത്തിയിരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒറ്റാലിന്റെ വാതുക്ക നീർക്കോലി കിടക്കുന്ന പോലെ ചിലതിങ്ങനെ കിടക്കുക വർഷങ്ങളായിട്ട്. ഞങ്ങളുടെ സഭ അത് വിട്ട് ദൈവസഭ നിരപ്പായി ദൈവകൃപയിൽ താഴ്ന്നിരിക്കാമെങ്കിൽ ഈ ദിവസങ്ങൾ ദേശത്തുനിന്ന് ചിലതിനെ, യെസ്, അത്ര സന്തോഷമുള്ള ദൂതല്ലെന്നറിയാം. പക്ഷേ ദൈവാത്മാവി ദേശത്തോട് പറയാൻ പറയുക, ദൈവസഭകൾ നിറയണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ നട്ടപ്പെടും ഒരു കൊട്ട പറിച്ചപ്പെടും ഒരു കൊട്ട അതിനാണോ? അല്ല, സഭകൾ വളരട്ടെ. ഇന്ന് പലതും ദൈവസഭയ്ക്കകത്ത് കയറി വന്നു. വേണ്ടാത്ത പലതും തിക്കി കയറുക. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അകത്ത് പണം വർദ്ധിച്ചു. പിതാക്കന്മാരെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിറക്കി വെട്ടപ്പോൾ അവർ കോടതികളിൽ പറഞ്ഞില്ല. അവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥനാ മുറികളിൽ കരഞ്ഞപ്പോ തലമുറകൾ വരിക, കെട്ടിടങ്ങളൊക്കെ പണിതു, ഇഷ്ടം പോലെ സൗകര്യങ്ങളും നന്മകളും ലഭിച്ചു. പക്ഷേ ദൈവകൃപ ചോർന്നു പോയത് അറിഞ്ഞില്ല. രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുക, ദൈവസഭയെ മടങ്ങി വരിക. ദേശത്ത് ദൈവസഭയുടെ മഹത്വം ദൈവം ഉയർത്താൻ പോകുക. സഭകൾക്കകത്ത് ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ പോകുക. പാപത്തിൽ കിടക്കുന്ന ചിലത് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് വരാൻ കാത്തിരിക്കുന്നു. ഞാൻ അതിന് തടസ്സമാകരുത് എന്ന് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞു നിർത്തട്ടെ. പത്രോസ് അപ്പോസ്തലൻ ചെന്നു. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ജാതികളുടെ കൂട്ടം കാത്തിരിക്കുക പ്രസംഗം കേൾക്കാൻ. പത്രോസ് വലിയ പ്രോഗ്രാം ഷീറ്റുമായിട്ടാ പോയത്. പത്രോസിന്റെ ഷീറ്റിനകത്ത് പ്രോഗ്രാം ഉണ്ട്. എന്താ പ്രോഗ്രാം? മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ നിറവ്, അങ്ങനെ 7 കൂട്ടം കാര്യങ്ങൾ. ഈ പ്രോഗ്രാം ഷീറ്റും കൊണ്ട് പത്രോസ് അങ്ങോട്ട് ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ പ്രോഗ്രാം ഷീറ്റ് എനിക്ക് വേണ്ട. അമ്മൻ പറയാൻ വിഷമ. ഹല്ലേലൂയ. നിന്റെ പ്രോഗ്രാം ഷീറ്റ് എനിക്ക് വേണ്ട, ഞാൻ വലിച്ചു കീറാൻ പോവാ.
നീ പറഞ്ഞു മാനസാന്തരം കഴിഞ്ഞ് സ്നാനപ്പെട്ടാലേ ആത്മനിറവ് പ്രാപിക്കുള്ളൂ, പരിശുദ്ധാത്മാവ് വരുവുള്ളെന്ന്. എന്നാ നീ കണ്ടോ, മാനസാന്തരപ്പെട്ടവരുടെ മേൽ ആത്മനിറവിനെ അയക്കാൻ പോവാ. അത് കഴിഞ്ഞ സ്നാനം പ്രോഗ്രാം ഷീറ്റ് അങ്ങ് വലിച്ചു കീറി. ഇന്ന് രാത്രി ചിലരുടെയൊക്കെ പ്രോഗ്രാം ഷീറ്റ് ദൈവം വലിച്ചു കീറും. എന്തിനാണെന്നറിയാമോ? ഒരു യോഗ്യതയുമില്ലാത്ത ചിലതിനെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരാൻ സമയമായി. കർത്താവെ വേഗം മരണേന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അവറാച്ചൻ മരണേന്ന് പ്രാർത്ഥിക്കുന്നില്ല. അവറാച്ചനോട് സുവിശേഷം പറയാൻ നേരെയില്ല. ഞാൻ പോകുന്നിടത്ത് റോസമ്മ വരില്ലെന്നാ നമ്മുടെ ആഗ്രഹം. ഭയങ്കര പ്രാർത്ഥനയും ഉപവാസം. ഇതിനകത്തുള്ളവരല്ലാതെ ആരും അകത്തോട്ട് കയറുന്നില്ല. വാതുക്കൽ ഇങ്ങനെ കിടക്കുകയല്ലേ. ഞാന്, എൻ്റെ കുടുംബം, എൻ്റെ സഭ, തീർന്നു. ഇന്ന് രാത്രി ഇടയ്ക്കാട് കുടുംബയോഗത്തിൽ ഈ ദേശത്തുള്ള ദൈവസഭകളോടുള്ള ദൈവത്തിന്റെ ദൂത് ഞാൻ പറയുക. പരിശുദ്ധാത്മ നിറവിൽ മറ്റുള്ള വ്യത്യാസങ്ങളെ മാറ്റിവെച്ച്, നമ്മുടെ മനസ്സിന്റെ പ്ലാനുകളെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ ദൈവസഭകൾ മുട്ടുമടക്കട്ടെ. ദൈവസഭകൾ ഉണരട്ടെ. ചിലർ അകത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അടുത്ത വർഷം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ സുവിശേഷ യോഗം നടക്കുമ്പോൾ ചിലർ ദൈവസഭകളിൽ വന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. മുൻവിധികളെ മാറ്റി ഒന്ന് ഇടപെടാൻ പറ്റണം. നമ്മുടെ വലിപ്പ ചെറുപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇടപെടാൻ തയ്യാറാകണം. സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള ചിലരോടൊന്ന് ഇടപെടാൻ മനസ്സുണ്ടോ? യേശു വന്നിട്ട് ഉന്നതന്മാരെ മാത്രം തിരക്കി പോയില്ല. നിക്കോദീമോസ് രാത്രിയിലാ കാണാൻ വന്നേ. നിർത്തുക. നിക്കോദീമോസ് രാത്രി കാണാൻ വന്നപ്പോ നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നതാന്ന് പറഞ്ഞപ്പോ, ഗ്ലോറി, ശരിയാ, നിനക്ക് സത്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അവനെ പോളിഷ് ചെയ്ത് വിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ശവശരീരത്തിൽ പൂശേണ്ടതിനുള്ള ഏറ്റവും വില കൂടിയ സുഗന്ധവർഗം കൊണ്ടു കൊടുക്കുന്നവനായി ഇവൻ. അതറിയാവുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ അടുക്കലായി ഇവൻ വന്നേ. പക്ഷേ അവനോട് പറഞ്ഞ ദൂതിൻ്റെ അർത്ഥം, നീ അതൊക്കെ കൊണ്ട് കൊടുക്കുമായിരിക്കും, പക്ഷേ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നീ കൊടുക്കുന്ന നന്മകളുടെ വലിപ്പമനുസരിച്ച് സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കുമെന്ന് കപടമായി ചിന്തിക്കല്ലേ. കൊടുക്കുന്ന ഡോളറിന്റെ അടിസ്ഥാനത്തിൽ തുറക്കപ്പെടുന്നതല്ല സ്വർഗം. ഈ രാത്രി സുവിശേഷ യോഗം ശ്രദ്ധിക്കുന്ന പുറത്തുള്ളവരോട് ഞാൻ പറയാം, ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് കൊടുക്കുന്നത് നല്ലതാ. പക്ഷേ നിങ്ങൾ സ്വർഗത്തിലെത്തണമെങ്കിൽ വീണ്ടും ജനിക്കണം. രാത്രി ദേശത്ത് ചിലർ വീണ്ടും ജനനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ യോഗത്തിൽ ദൈവാത്മാവ് ഇടപെടാൻ പോകുക. നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടി ആരാധിക്കാൻ പോകുക. ഇവിടെ പാടിയ പാട്ട് അടയാളങ്ങൾ കാണുന്നുണ്ടേ, ഒരുങ്ങിയിട്ടുണ്ടോ? മധ്യവാനിൽ യേശു വെളിപ്പെടാൻ കാലമായി. പ്രിയമുള്ളവരെ, ഈ രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ ആരാധനയുടെ നടുവിൽ ചില രോഗസൗഖ്യങ്ങൾ ഇവിടെ നടക്കും. ഇതുവരെ നടക്കാത്ത ചില ദൈവിക പദ്ധതികൾ നടക്കും. ഭാവി തടയപ്പെട്ട ചില തലമുറകളുടെ വഴി രാത്രി തുറക്കാൻ പോവാ. കൊട്ടി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ